അവർ പറയുന്നതൊക്കെ സ്വാമി എന്തിനാ ശ്രദ്ധിക്കുന്നത്? അതുകൊണ്ടല്ലേ അവർ വീണ്ടും വീണ്ടും കളിയാക്കുന്നത്. ഞാനൊരു മനുഷ്യനല്ല സാറേ. മനുഷ്യനായിരുന്നോ? ദൈവമാണെന്നാ ഞങ്ങളൊക്കെ കരുതിയത്. ദൈവങ്ങൾക്ക് മാത്രല്ലേ ഒരേ സമയത്ത് 2-3 സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റൂ. സാറേ, അക്ഷരെ, നീ അകത്തേക്ക് പോ. സ്വാമി ഒരു പാവാ. എന്തിനാ വെറുതെ ആ പാവത്തിനായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അയ്യോ, താൻ പറ സ്വാമി, എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാം? ഹോസ്പിറ്റൽ തുറന്നാൽ കുറേശ്ശെ നമുക്ക് മടക്കി കൊടുക്കാം. പക്ഷേ ആദ്യം മുടക്കാനൊരു തുക വേണ്ടേ? ഞാനൊന്ന് ആലോചിക്കട്ടെ സാറേ. നിങ്ങൾ എന്നാ ആലോചിക്ക. ഞാനൊരു ശല്യമാവുന്നില്ല. ഞാനങ്ങ് പോയേക്കാം. ആശുപത്രി കയ്യിൽ വന്ന സ്ഥിതിക്ക് അത് എത്രയും പെട്ടെന്ന് തുറക്കണം സാറേ, അല്ലെങ്കിൽ നാണക്കേടാ. പണമാണ് സ്വാമി പ്രശ്നം. അത് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആശുപത്രി തുറന്നു നോക്കിയാൽ മതി. സ്വാമി നോക്കിയാൽ വല്ല വഴിയുണ്ടോ? നമുക്ക് മറ്റേ പ്രോപ്പർട്ടി അങ്ങ് വിൽക്കാം. ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും സീതാലക്ഷ്മിക്ക് കാശ് കൊടുക്കണ്ടല്ലോ. ആ കാശ് ആശുപത്രി തുറക്കാൻ ഉപയോഗിക്കാം. എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും സ്വാമി. അതിനൊരു വലിയ തുക ചെലവാകും. ഞാനൊന്ന് ആലോചിക്കട്ടെ സാറേ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. പക്ഷേ സാർ എനിക്കൊരു വാക്ക് തരണം. വഴി കണ്ടുപിടിച്ചോണ്ട് വരുമ്പം വേണ്ടാന്നൊന്നും പറഞ്ഞേക്കരുത്. ഇല്ല സ്വാമി, ഏത് ചെകുത്താനുമായിട്ടും ഇതിനു വേണ്ടി കൂട്ടുകൂടാൻ ഞാൻ തയ്യാറാണ്. സ്വാമി അന്വേഷിക്കും. ശരി സാർ. അക്ഷര, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? ഞാൻ എവിടെയൊക്കെ നോക്കി. എന്താ അപ്പച്ചി? ആ സ്വാമി എന്തോ ഒരു കുരുക്കൊരുക്കുന്നുണ്ട്. നിരഞ്ജനോട് ഒന്ന് സൂക്ഷിക്കാൻ പറ. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്യണോ? ഏട്ടൻ മറ്റൊരാളും പറയുന്നത് കേൾക്കരുത്. അതാണല്ലോ സ്വാമിയുടെ ലൈൻ. ആദ്യമായിട്ടാ ഏട്ട സ്വാമി അല്ലാത്ത ഒരാളുടെ സഹായം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടുന്നത്. വീടിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചേ. ആരാ അതിന്റെ പിന്നില്? നിരഞ്ജനല്ലേ? അപ്പൊ നിരഞ്ജനോട് സ്വാമിക്ക് ദേഷ്യമില്ലാതിരിക്കോ? സ്വാമി നമ്മൾ കരുതുന്ന പോലെ ശക്തനാണോ അപ്പച്ചി? അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ശക്തനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പ്രതിസന്ധി വന്നപ്പോ കാശ് കൊടുത്ത് ഡാഡിയെ സഹായിച്ചില്ല? ഊതി വീർപ്പിച്ച വെറും ഒരു ബലൂൺ മാത്രല്ലേ സ്വാമി. അകത്തൊന്നുമില്ല. ഒരു കുത്തുകുത്തിയ പെട്ടെന്നങ്ങ് പൊട്ടും, ഒരു കുമിള പൊട്ടുന്ന പോലെ. അത് മോളുടെ വെറും തെറ്റിദ്ധാരണയാ. നിന്റെ ഡാഡി ഒരാളെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാള് മോശക്കാരനല്ലെന്നാ. സ്വാമി അത്തരം ഒരാളായിരിക്കും, ഒരു സംശയമില്ല. എതിർപ്പുകളെ മുഴുവൻ ഇല്ലാതാക്കാൻ നല്ല കഴിവാ സ്വാമിക്ക്. അറിയാലോ, നമ്മളെല്ലാരും നിന്റെ ഡാഡിയുടെ മനസ്സിന്ന് പുറത്തായത് സ്വാമിയുടെ വരവിന് ശേഷം. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാ ദുഃഖിക്കേണ്ടെന്നാണല്ലോ. മുമ്പിലും പിറകിലും കണ്ണു വേണം മോളെ. ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? അമുതം, അവളെന്തിനിപ്പോ ഇങ്ങോട്ട് വന്ന് നശിപ്പിക്കുവല്ല. മോളല്ലേ അന്ന് ശരത്തുമോന്റെ ഒപ്പം വന്നത്? അതെ.
ശരത്തേട്ടം ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. വാക്കറില്ല, ആക്സിഡന്റ് പറ്റിയതാ. ഓഹോ, അപ്പൊ നല്ല സമയത്താണല്ലോ ഞാൻ വന്നത്. നല്ല സമയോ? അതെ, അല്ലെങ്കിൽ ശരത്തേട്ടം ഇപ്പോ ഇവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ. അപകടം പറ്റിയതുകൊണ്ട് ഇവിടെ തന്നെ കാണുമല്ലോ. ഓ അങ്ങനെ. അമുതം, അമുത ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്കൊന്നും വേണ്ട ചേച്ചി. ആ മോളോ? വാ മോളെ, എന്താ വന്ന കാലത്ത് തന്നെ നിന്ന് കളഞ്ഞേ? നല്ല കുട്ടിയാ, വാ മോളെ. പോടി ഇങ്ങോട്ട്. എന്താടി നിന്റെ വരവിന്റെ ഉദ്ദേശം? കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞങ്ങളെ താറടിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ വച്ചേക്കില്ല നിന്നെ ഞാൻ. നിങ്ങൾ എന്ത് ചെയ്യും? പലതും ചെയ്യും. ചെയ്യുന്നൊന്നും മുൻകൂട്ടി പറയില്ലടി ഞങ്ങള്. അതങ്ങ് ചെയ്ത് കാണിക്കാറ പതിവ്. ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ. നഷ്ടപ്പെടാൻ എനിക്കൊന്നും ഇല്ലെന്ന് അറിയാലോ. പക്ഷേ നിങ്ങളുടെ അവസ്ഥ അതല്ല. ഞാനൊന്ന് വാ തുറന്ന നിങ്ങളുടെ സകല മൂടുപടവും അഴിഞ്ഞു വീഴും. നീ എന്ത് പറയുന്നു അടി പറയുന്നേ? നീ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? വിശ്വസിക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്റെ കല്യാണം നടക്കാൻ പോവാ. ആണോ? ആ കല്യാണം ഞാൻ പൊളിച്ചാലോ? പണ്ട് എന്നെ കല്യാണം കഴിക്കാന്ന് മോഹിപ്പിച്ച് കൊണ്ടു നടന്നതല്ലേ ഒരുപാട് കാലം. ആ കഥയൊക്കെ ഇവിടെയുള്ളവർ അറിയട്ടെ. നിനക്കെന്ത് വേണം അതാദ്യം പറ. ഓ, നഷ്ടപരിഹാരം. എനിക്കത് വേണ്ടെങ്കിലോ? ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചാ വന്നിരിക്കുന്നെ. അത് ചെയ്തിട്ടേ ഞാൻ പോവൂ. നീ അതിൽ അനുഭവിക്കേണ്ടി വരും. തന്റെ കൂടെ നടന്നപ്പോ ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതലൊന്നും ഇനി അനുഭവിക്കാനില്ലല്ലോ. ഞാനത് സഹിച്ചു. നീ ഒറ്റ ഒരുത്തം കാരണം ഇതൊക്കെ നടക്കുന്നത്. ഇനി എന്ത് ചെയ്യും? അവള് പറയട്ടമ്മേ. ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. കുട്ടിക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല.